എൻ്റെ പേര് അജിത. 2025 ജാനുവരി മാസം 24-ാം തീയതി ഞാനും സുധാമ്മയും അമ്പിളിച്ചേച്ചി, അശോകണ്ണൻ എന്നീ 4 പേരും കൂടി കരിമ അവധൂതക്കുടി ആശ്രമത്തിൽ നിന്നും പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റിലാണ് പോയത്. നേരെ കാശി വാരണാസിയിൽ ചെന്നെത്തി. കാശിയിൽ 2 ദിവസം തങ്ങി അവിടെ വിദ്യാജലവാസിനിയിലും കാലഭൈരവന്റെ ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും പോയി ഹരിചന്ദ്രഘട്ട്, ഗംഗയിൽ സ്നാനം കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഗംഗ ആരതി ഇതെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രയാഗ്രാജിലേക്ക് യാത്ര തിരിച്ചത്. അവിടെ 2 കിലോമീറ്റർ കൊണ്ട് നടന്നെത്തേണ്ട ദൂരം ഞങ്ങൾക്ക് 14 കിലോമീറ്റർ നടന്നു പോകേണ്ടതായിട്ട് വന്നു. കാരണം എല്ലായിടത്തിലും ബ്ലോക്കായി ജനകോടികളുടെ തിരക്കും ആയിരുന്നത് കാരണം അവിടെ ബ്ലോക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 14 കിലോമീറ്റർ നടന്നു പോകേണ്ടതായി വന്നു. ഞങ്ങൾ റിക്ഷയിലാണ് പോയത്. സാധനങ്ങളെല്ലാം, ലഗേജ് എല്ലാം റിക്ഷയിൽ വെച്ച് അതിൽ തള്ളിയാണ് ഞങ്ങൾ പോയത്. പിന്നെ വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. മഹാകുംഭമേള എന്ന് പറയുന്നത് തന്നെ വലുതായിട്ടൊന്നും അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ഇവിടെ ആശ്രമത്തിൽ വരുമ്പോൾ സ്വാമി ഞങ്ങൾക്ക് മഹാകുംഭമേളയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇങ്ങനെ ഒരു യാത്ര പോകാൻ സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എല്ലാം എൻ്റെ മഹാറാണി അമ്മയുടെ കൃപാ കടാക്ഷം കൊണ്ടാണ് എനിക്കിവിടെ നിന്ന് ഇങ്ങനെ യാത്ര പോകാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തെന്ന് വെച്ചാൽ നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ കുറച്ച് ദൂരം ഇത്രയും ദൂരം നടന്നുവെങ്കിലും നമുക്ക് വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ത്രിവേണി സംഗമത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വേദനകളും മാറി. നമുക്ക് ശാന്തിയും സമാധാനവും ഒക്കെ ഞങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ടായി. മനസ്സ് നിറച്ച് കുളിർമയും എല്ലാം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഇനി ഈ മഹാകുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭയങ്കര ഒരു അനുഭവം, ഭയങ്കര ഭാഗ്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് കേൾക്കുമ്പം മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുമ്പം. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടായി. പിന്നെ 24-ാം തീയതി പോയ ഞങ്ങൾ 29-ാം തീയതി തിരിച്ച് നാട്ടിലെത്തി. അതുപോലെ തന്നെ നമ്മുടെ പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്ക് പോയ സമയം രണ്ടാമത് ഞങ്ങൾ ഹരിദ്വാറുള്ള കാർത്തിക ആശ്രമത്തിലെ ഗുരുജിയുടെ കടയിലെത്തി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് അദ്ദേഹവുമായി കുറച്ച് സമയം ചെലവിടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ 1-2 നാഗസന്യാസിമാരെയൊക്കെ കണ്ടു. ജയ് മാതാജി. മഹാകുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ പോയി. അങ്ങനെ മഹാകുംഭമേളയ്ക്ക് പങ്കെടുത്തു. ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയുടെ ഒരു കടാക്ഷം കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റിയത്. ജയ് മാതാജി.